ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പൊള്ളി ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേമാതിരി തന്നെ എനിക്ക് പാസ്ത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ അത്രയായിരിക്കും ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ള ചിക്കൻ എടുത്തതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മസാല എല്ലാം ഒന്ന് ചേർക്കണം. ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. പക്ഷേ അത് കൂടിപ്പോയി, 3/4 മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നുണ്ട് ചിക്കന്. ഇത് നമുക്ക് പൊരിച്ചിട്ട് എടുക്കണം. ഈ ഒരു ചിക്കൻ ഇല്ലാണ്ടും നമുക്ക് പാസ്ത ഉണ്ടാക്കാം. ഞാൻ ചിക്കൻ വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ ചേർക്കുന്നത്. ഇനി ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊരിക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണ നടക്കൂല കേട്ടോ, കാരണം പാസ്തയല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ചിക്കനെല്ലാം നമ്മൾ നെയ്യിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ പൊരിയുന്ന സൗണ്ട് കേൾക്കാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്. ഇനി ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് സ്കൂൾ ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ പാസ്തയും. ഇനി ഈ ചിക്കനെല്ലാം ഞാൻ കോരിയിട്ട് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എല്ലാം മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. നേരത്തെ കണ്ടതിനേക്കാളും ചിക്കൻ പൊരിച്ചപ്പം ഇത്രയായിട്ടാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പാസ്ത നോക്കാം. 2 ടൈപ്പുള്ള പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് പാസ്ത നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം കണ്ട പാക്കറ്റിലുള്ള പാസ്തയാണിത്. ഇതൊരു വെറൈറ്റി അല്ലേ. ഇത് എനിക്ക് ഒമാനിൽ പോയ സമയത്ത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണിത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഞാൻ ഇതുവരെ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിലെല്ലാം ഈ ഒരു ടൈപ്പ് പാസ്തയാണ് കാണൽ. ഇനി ഈ ഒരു ടൈപ്പ് കണ്ട, ഈ ഒരു ടൈപ്പ് നമ്മൾ നാട്ടിലെല്ലാം കിട്ടും. ഈ ഒരു ടൈപ്പ് പാസ്ത ഞാൻ 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതാണ്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് കുറച്ച് നേരം വെക്കണ്ടുള്ളൂ. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒരു കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. വെന്തടിഞ്ഞു പോരുത്. നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. വെന്തടിഞ്ഞു വയ്ക്കുന്ന പറ്റി പിടിക്കും. അത് പിന്നെ ഇങ്ങനെ കിട്ടൂല. ഇത് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും. ഞാൻ വെള്ളം തിളക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 ഉള്ളി, 2 തക്കാളി, 2 ക്യാപ്സിക്കം പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം ഞാൻ ഈ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തിട്ടെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഉള്ളിനെ തന്നെ എടുക്കാം. അതാണല്ലോ നമുക്കൊരു തുടക്കം. അത് ചെറിയ പീസാക്കിയിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങ് എടുക്കണം. 2 പൊടി ക്രിന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നോർമൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാൽ മതി കേട്ടാ. പിന്നെ ഞാൻ ഇതിലാകുമ്പോൾ വേഗം പണി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്തത് മഞ്ഞ കളറിലെ ക്യാപ്സിക്കാണ് എടുത്തത്. ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാം, ചുവന്നതോ പച്ചയോ ഏത് വേണമെങ്കിലും എടുക്കാം. 2 എണ്ണം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇതിന് വേണ്ടി എടുത്തത്. ഇത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. മക്കളടക്കം നമ്മളിവിടെ 7 ആളുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതാക്കിയതിന് ശേഷം യെല്ലോ ക്യാപ്സിക്കം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഇങ്ങനെ തന്നെ പൊടിഞ്ഞിട്ടാണ് കിട്ടേണ്ടത്. ലാസ്റ്റ് ഇത് വൈറ്റ് സോസിൽ ഇതൊന്നും കാണൂല, നന്നായിട്ട് ഇതെല്ലാം അടിഞ്ഞിട്ടുണ്ടാവും. ഗ്രീൻ ക്യാപ്സിക്കം നന്നായിട്ട് ഇപ്പോൾ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഗാർലിക്ക്, ഇതും നല്ലോണം ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. തക്കാളി മാത്രമേ ചോപ്പറിൽ ഇടാത്തുള്ളൂ. ഇത് ഞാൻ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അതിലാകുമ്പോൾ നമുക്ക് വെള്ളം പോലെയാണ് കിട്ടുക. ഇത് ഞാനിതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇനി നടുവിലും ഒന്നും കൂടി ഒരു കട്ടിങ് കൊടുത്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെയാകുമ്പോൾ നമുക്ക് ചെറിയൊരു പീസായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനി തീയൊന്ന് ഓണാക്കിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലകളെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മളെ ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറേ നേരമൊന്നും വഴറ്റേണ്ടയില്ല, കുറച്ചൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഇത് വാട്ടാൻ ഇനി പറയണ്ടല്ലോ, എല്ലാ മസാലയും നമ്മളൊന്ന് വാട്ടിയെടുക്കൂലേ, അതുപോലെ ഞാൻ ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം തക്കാളി ഫസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെന്തടിഞ്ഞു പോവും. ഞാനിതൊരു കളറിന് വേണ്ടിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെടുത്ത് റെഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ തക്കാളി വേണ്ടയില്ല. എന്നിട്ട് ഇതൊരു മിനിറ്റ് ഞാൻ മൂടി വെക്കുന്നുണ്ട്. അതിനുശേഷം മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓൾറെഡി ഇതിലുള്ള ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കണ്ട ഇതുപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ചിക്കന് എല്ലാം കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് 2 ചീസ് എടുത്തിട്ടുണ്ട്, അമൂലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ മൈദപ്പൊടി, ഒറിഗാനോ, ചില്ലി ഫ്ലെക്സ്, അതുപോലെ തന്നെ ഗാർലിക് പൊടിച്ചത്, പിന്നെ പാലും വേണം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ നേരത്തെ എടുത്ത അതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ അൺസാൾട്ടഡ് ബട്ടറിൽ ഇത്ര പീസാണ് എടുക്കുന്നത്. കറക്റ്റ് അളവാൻ കറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. 100 ഗ്രാം ബട്ടറിന് ഈ ഒരു പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടാക്കിയ ബട്ടർ മെയിനാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് ബട്ടറിലൊന്ന് പിടിക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും അളവിന് 1/4 കപ്പ് മൈദപ്പൊടി കറക്റ്റാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഈ ഒരു പാസ്തയ്ക്ക് 2.5 കപ്പ് പെർഫെക്റ്റ് ആണ്. ഇതിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ 2.5 കപ്പ് തന്നെ പറയാൻ കാരണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇതിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ മസാലയെല്ലാം ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ചുവന്ന കായ്മുളക് പൊടിച്ചതാണ്. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല കളറായിട്ട് വരും, ഒരു റെഡിഷ് കളറ്. ഇത് ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളെല്ലാം കട്ട വെയിറ്റിങ്ങിലാണുള്ളത്. പിന്നെ മക്കൾക്കെല്ലാം പിന്നെ ഇങ്ങനത്തെ ഫുഡിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി അത് ഒരുവിധം ടൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സായി കഴിഞ്ഞാൽ തന്നെ നമ്മളെ പാസ്ത നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. ഇത് മൊത്തം ഞാനിത് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്നും നമുക്ക് അടിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഈ പാസ്തകൾക്ക് കണ്ടാൽ തിരിയും നല്ലൊരു ഊരുന്ന ടൈപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവിക്കുന്ന സമയത്ത് വെന്തടിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തം ഫ്ലോപ്പാകും. അതെല്ലാം ഫ്രൈഡ് റൈസ് ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി ഒറിഗാനോ നേരത്തെ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടേനും, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെഡാർ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഇട്ട് കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള ചില്ലി ഫ്ലെക്സ് ഇല്ലേ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടേനും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ ഇട്ട മസാലകളെല്ലാം മൊത്തത്തിൽ ക്രീം കുളിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്നും നമുക്കങ്ങനെ പുറത്ത് കാണൂല. അപ്പോൾ എൻ്റെ പാസ്ത ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മക്കൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ മാസത്തിൽ ഒരു അളവാണ്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആയാലും പാസ്ത ആയാലും അങ്ങനത്തെ ഫുഡെല്ലാം മാസത്തിലൊരു കണക്ക് വെക്കും കേട്ടോ. പിന്നെ നമ്മളെ നോർമൽ ഫുഡാണ് കൂടുതൽ നല്ലത്. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ചോറ്, ചപ്പാത്തി, അതുപോലെ റൈസ് വിഭവങ്ങൾ. പക്ഷേ ഇതും നമുക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും പൂതിക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. Thank you for watching. Please like and subscribe.